സ്വർഗരാജ്യം ഒരു നിധിയോട് സദൃശ്യല്ലേ, വയലിൽ കണ്ട ഒരു നിധിയോട് സദൃശ്യം. ഒരുവൻ അത് കണ്ടാറെ അത് ചെന്ന് മറിച്ചിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ മേടിച്ചു. അല്ലേ, അവിടെ ഒരു പൊട്ട വയൽ കിടന്ന് പാറക്കെട്ടും വെറും ആർക്കും വേണ്ടാത്ത മുള്ളും പറക്കാരും കണ്ടു. പക്ഷെ ഞാൻ അതുവഴി പോയപ്പം അതിനകത്ത് വില മതിക്കാത്ത ഒരു നീതി ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്ത് ചെയ്തു? ഒരു 50 കോടി രൂപ വിലയുള്ള എൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റിട്ട് 1000 രൂപ പോലും വിലയില്ലാത്ത ആ വയൽ പോയി മേടിച്ചു. എന്നെ എല്ലാവരും പോഷണം എന്നല്ല വിളിക്കത്തുള്ളൂ. ഇതേപോലൊരു പോഷൻ, ഭാര്യയും മക്കളും എല്ലാം പോഷണം. കാരണം 50 കോടി രൂപയുടെ വസ്തു ഞാൻ വിറ്റ് കളഞ്ഞിട്ട് 1 ലക്ഷം രൂപ പോലും വിലയില്ലാത്ത പൊട്ട വയൽ മേടിച്ചു. അവരുടെ കാണ്ടിയിൽ അത് പൊട്ട വയല. പക്ഷെ ഞാൻ അതിനകത്തൊരു നീതി ഒളിച്ചിരിക്കുന്നുണ്ട്. അതിന് 50 കോടിയല്ല, 500 കോടിയല്ല, 50,000 കോടി കൊടുത്താലും അത് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. മനസ്സിലല്ലേ? പക്ഷെ ഞാൻ 5000 കോടിക്ക് അത് മേടിച്ചല്ലേ. ആ നിധി കണ്ടവൻ ഞാനാ, ആ ഭാര്യ കണ്ടില്ല. സാറാ നിധി കണ്ടേ, അവർ കണ്ടില്ല. കാണാത്ത കൊണ്ടാ പോഷൻ എന്ന് പറയുന്നത്. അവരൊരു ദിവസം നിധി കാണും. നമ്മൾ തുറന്ന് കാണിക്കുമ്പോൾ അയ്യോ നിങ്ങളെപ്പോലെ ബുദ്ധിമാൻ ആരും ഇല്ലെന്ന് അവർ പറയും. അവരെ നിധി കണ്ടില്ല, അവരിപ്പോൾ വയൽ മാത്രമേ കണ്ടുള്ളൂ. നമ്മൾ വയലിലെ നിധി കണ്ടുകൊണ്ട് അത് മേടിച്ച്. അപ്പം നമ്മൾ കണ്ടിരിക്കുന്ന ഈ രക്ഷ, ഈ നിധി എന്ന് പറയുന്ന രക്ഷയാണ് അല്ലേ. ഈ രക്ഷ നമ്മൾ സ്വായത്തമാക്കിയെങ്കിൽ ആ രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരണം. അവർ മനഃപൂർവ്വം വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ അവർക്ക് ഇളച്ചു വരുത്തണം. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണ്? ഞാൻ യേശുക്രിസ്തുവിനെ വിട്ട് ഒരു നിയമത്തിനും പോകത്തില്ല.